ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ക്ലാസ് ഫുള്ള് കാണുക. അതേപോലെ തന്നെ നാളെ എക്സാം എഴുതുന്ന ആൾക്കാർ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കി പോവാം കേട്ടോ. നോക്കിക്കോളൂ. ദ ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ദി പ്ലേയേഴ്സ്, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ നമുക്കറിയാം ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, അലോങ് വിത്ത്, അങ്ങനെയുള്ള അക്കമ്പനീഡ് ബൈ എന്നുള്ള വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റാണ്. ദ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ ഇതിനകത്ത് ഏത് ആൻസറിലേക്കായിരിക്കും നമ്മൾ എത്തുക? വേർ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ, ആർ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ, ഹാവ് എന്ന് പറഞ്ഞാലും അവിടെ ഒരു പ്ലൂരൽ കൺസെപ്റ്റാണ് വരുന്നത്. ആൻസർ അപ്പം തന്നെ കിട്ടും. നമ്മുടെ ആൻസർ വാസ് റെസ്പോൺസിബിൾ ഫോർ ദി ഫെയിലിയർ. കാരണം വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, അതെല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള സാധ്യതയൊന്നുമില്ല, കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. അപ്പോൾ അവരുടെ ഫേസിനകത്തുള്ള എന്ത് ലുക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തായാലും വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്ത് മാറ്റാം. കാരണം വൈബ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു മീനിങ് അല്ല അവിടെ വരുന്നത്. പിന്നെയുള്ളത് വിറാഗോ ഉണ്ട്. വിറാഗോ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ്. വിറാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു എപ്പോഴും ഇങ്ങനെ തല്ല് പിടിച്ചിരിക്കുന്ന ആ ഒരു മീനിങ് ഒക്കെയാണ് വരുന്നത്. തല്ല് പിടിക്കുന്ന, അതായത് ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, കലഹപ്രിയ എന്നൊക്കെ ഒരു മീനിങ് ആണ് വിറാഗോൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ലുക്കിൻ്റെ കേസിലല്ല വിറാഗോ പറയുന്ന, ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വിറുലൻറ്റ്. വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിറുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പക തോന്നിക്കുന്ന, ഇത്തിരി പരുഷമായിട്ടുള്ള ആ ഒരു മീനിങ് ഒക്കെയാണ് വിറുലൻറ്റിൻ്റെ വരുന്നത് കേട്ടോ. പക തോന്നിക്കുന്ന ലുക്ക് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വിറുലൻ്റ് ആണ്. വിസിസിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ഭാഗ്യത്തിനൊക്കെ എതിരെയായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അതായത് ഇപ്പം അപ്സ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു തരത്തിലുള്ളൊരു മീനിങ് ഒക്കെയാണ് വിസിസിറ്റ്യൂട്ടിന് വരുന്നത്. നെക്സ്റ്റ് വൺ, റീഡ് ദ ഫോളോയിങ് 4 parts ഓഫ് എ സെൻറ്റൻസ് ആൻഡ് റീഅറേഞ്ച് ദം ടു മേക്ക് എ മീനിങ് സെൻറ്റൻസ്. അതായത് നമുക്ക് 4 ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു സെൻറ്റൻസിൻ്റെ 4 പാർട്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് വിച്ച് പാർട്ട് ഷുഡ് കം സെക്കൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിനകത്തും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് വിത്ത് ദി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായാലും സ്റ്റാർട്ടിങ് വരില്ല, കാരണം ആൻഡ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗമായിട്ടായിരിക്കും നമ്മുടെ ആൻഡ് വരിക. ഇനി നമുക്കൊരു സെൻറ്റൻസ് ഇങ്ങനെ തുടങ്ങിയാലോ, ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് എന്ന് കഴിഞ്ഞിട്ട് ഇസ് ടു എൻഗേജ് അല്ലെങ്കിൽ ആൻഡ് വിത്ത് ദി വേൾഡ്, അതൊന്നും ഒരു മീനിങ് ഫുൾ ആയിട്ട് വരില്ല. ഇസ് ടു വെച്ചിട്ട് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും വരിക. അപ്പോൾ ടു ബി ഹ്യൂമൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ടു ബി ഹ്യൂമൻ അത് തന്നെ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് എടുക്കാം. ടു ബി ഹ്യൂമൻ, അതിനുശേഷം എന്താ വരിക? ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് പറ്റുമോ, അല്ലെങ്കിൽ ഇസ് ടു എൻഗേജ് ആണോ? ടു ബി ഹ്യൂമൻ ഇസ് ടു എൻഗേജ് അല്ലേ. ടു ബി ഹ്യൂമൻ ഇസ് ടു എൻഗേജ്, അതിനുശേഷം ആൻഡ് വിത്ത് ദി വേൾഡ് ഇവിടെ ഒരു മാച്ചിങ് അല്ലല്ലോ. അപ്പോൾ ടു ബി ഹ്യൂമൻ ഇസ് ടു എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, അതിനുശേഷം ആൻഡ് വിത്ത് ദി വേൾഡ്. ഓക്കെ, ടു ബി ഹ്യൂമൻ ഇസ് ടു എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ദി വേൾഡ്. ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഏതാ വരുന്നത്? ഇസ് ടു എൻഗേജ് ആണ്. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യം ചിലപ്പോൾ ഇത്തിരി കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ഈ ആൻഡ് കാണുമ്പോൾ മനസ്സിലാക്കുക അത് ഒരെണ്ണത്തിൻ്റെ ശേഷമൊക്കെ ആയിരിക്കും വരണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത് നോക്കാം. ഐഡൻറ്റിഫൈ ദി പാർട്ട് ഓഫ് ദി ഗിവൺ സെൻറ്റൻസ് വിച്ച് ഹാസ് എ ഗ്രാമാറ്റിക്കൽ എറർ ഇൻ ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഗ്രാമാറ്റിക്കൽ എറർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ വോണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല. സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ്, പ്രോബ്ലം ഇല്ല. ഹാവിങ് ദി ഷാഡോ ഓഫ് അതേഴ്സ്, എന്താ ഹാവിങ് ദി ഷാഡോ ഓഫ് അതേഴ്സ്? അപ്പോൾ ഇതിനകത്തല്ലേ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ഐ വോണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ്. ഹാവിങ് എന്നാണോ പറയുക? ബീയിങ് എന്ന് നമ്മൾ പറയും അല്ലേ, ബീയിങ്. ഓക്കെ, ഐ വോണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ് ബീയിങ് ദി ഷാഡോ ഓഫ് അതേഴ്സ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ തെറ്റിത് തന്നെയാണ് കേട്ടോ, നമ്മൾ റീസൺ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് വായിക്കും പറയാൻ പറ്റും. ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫ്രെജൈൽ. പിക്ക് ഔട്ട് ദി വേർഡ് ദാറ്റ് ഇസ് സിമിലർ ഇൻ മീനിങ് ടു ദി അണ്ടർലൈൻ വേർഡ്. അതായത് ഫ്രെജൈലിൻ്റെ സിമിലർ ആയിട്ടുള്ള വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻറ്റോണിംസിൻ്റെ ക്ലാസ്സിനകത്ത് കോഡ് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഫിക്കിൾ. ഫിക്കിളിൻ്റെ ആൻറ്റോണിം എന്താണ്? കോൺസ്റ്റൻറ്റ്. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ട് പിക്കിൾ കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസ് മീനിങ് അറിയില്ലെങ്കിൽ കൂടി കുറേയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ.
അപ്പം ഫിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റൻ്റ് അല്ലാത്തത് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, അതായത് കോൺസ്റ്റൻ്റ് അല്ലാത്ത എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി, പിന്നെ ഹെൽത്ത് എങ്ങനെയായിരിക്കും, ഭയങ്കര വീക്കോ ആ ഒരു മീനിങ് ഒക്കെ ആയിരിക്കില്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സാക്റ്റ് ആയിട്ട് വരുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ ഫീബിൾ ആണ്. ഫീബിൾ എന്ന് പറഞ്ഞാൽ വീക്കാവുക, ദുർബലമായിട്ടുള്ള, ക്ഷീണിച്ചിട്ടുള്ള ആ ഒരു മീനിങ് ഒക്കെയാണ് ഫീബിളിന് വരുന്നത് കേട്ടോ. ഫക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഫ്രണ്ട് വശം, അതായത് ഫ്രണ്ട് സൈഡ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഫക്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫെസൈൽ എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കേട്ടോ, എളുപ്പമായിട്ടെന്നുള്ള ഒരു മീനിങ് ആണ് ഫെസൈൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്നത് ഫീബിൾ ആണ്. ഹെർ ഹെൽത്ത് ഹാസ് ഓൾവേസ് ബീൻ വെരി ഫീബിൾ, ഫ്രജൈൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഹീ ഡിഡൻ തിങ്ക് ഓഫ് ദി അൺവെൽക്കം കോൺസിക്വൻസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ. ഐഡൻറ്റിഫൈ ദ സിംഗിൾ വേർഡ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദി അണ്ടർലൈൻ വേർഡ്സ്. അതായത് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് അൺവെൽക്കം കോൺസിക്വൻസ്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. റെക്ടിഫിക്കേഷൻ നമുക്കറിയാമല്ലോ, റെക്ടിഫിക്കേഷൻ്റെ മീനിങ്ങും ഇതുമായിട്ട് ഇവിടെ കറക്റ്റായിട്ട് വരുമോ. അൺവെൽക്കം കോൺസിക്വൻസ് ഒന്നുമല്ല. റെക്ടിഫിക്കേഷൻ നമ്മൾ ഫിസിക്സിലാണെങ്കിലും എ സിനെ ഡി സിയിലേക്ക് ആക്കുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അതല്ല അവിടെ വരുന്നത്. പിന്നെ റീഫിക്കേഷൻ എനിക്ക് തോന്നുന്നു കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്കാണ്. പിന്നെയുള്ളത് റാമിഫിക്കേഷനും ഉണ്ട്, റാറ്റിഫിക്കേഷനും ഉണ്ട്. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം കിട്ടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അംഗീകാരം കിട്ടുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് റാറ്റിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ അംഗീകാരമൊന്നും അല്ലല്ലോ, കാരണം അൺവൈസ് ഡിസിഷൻ അല്ലേ, അൺവൈസ് ആക്ഷൻ അല്ലേ. അപ്പോൾ എന്തായാലും റാറ്റിഫിക്കേഷനും അവിടെ വരില്ല. പിന്നെ വരുന്ന ആൻസർ റാമിഫിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ കൂടി നമുക്കിങ്ങനെ എലിമിനേഷൻ വഴി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. റാമിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അൺവൈസ് ആക്ഷൻ കാരണം കുറേ എല്ലാ കാര്യങ്ങളും കുറച്ചൊന്ന് ഡിവൈഡ് ചെയ്തു പോയി എന്നൊക്കെ ഒരു മീനിങ് ആണ് വന്നിട്ടുള്ളത്. ഡിവൈഡ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ശാഖകളായിട്ട് തരംതിരിയുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആണ്, കാരണം ഷീ വുഡ് ഹാവ് റീച്ച് ഹിയർ ഇൻ ടൈം. അപ്പോൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ഷീ വുഡ് ഹാവ് അല്ലേ, വുഡ് ഹാവ് റീച്ച്ഡ്. അപ്പോൾ വുഡും ഹാവും V3 ഫോം ഓഫ് ദി വെർബുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടുത്തെ ഇഫ് ക്ലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. വുഡ് ഹാവ് V3 വന്നു കഴിഞ്ഞാൽ ഇഫ് ക്ലോസിൻ്റെ ഭാഗത്ത് എങ്ങനെയായിരിക്കും, എന്തായാലും ഹാഡ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് വെട്ടിക്കളയാം. പിന്നെ ഹാസ് ഹാഡ് അല്ല വരിക, ഹാഡ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഏതാ, ഷീ ഹാഡ് എ സ്കൂട്ടർ. അപ്പോൾ ഹാഡിന് ശേഷം നമ്മുടെ തേർഡ് ക്ലോസ് ആണ്, തേർഡ് കണ്ടീഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഹാഡിന് ശേഷം എന്തായാലും ഒരു V3 ഫോം വേണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാസ് ഹാവ്, അതിൻ്റെ V3 ഫോം എന്ന് പറയുന്നതാണ് വീണ്ടും ഹാഡ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 ഹാഡ് വരും കേട്ടോ. ഒരു ഹാഡ് നമ്മുടെ ഇത് വെച്ചിട്ട് ഫോർമാറ്റ് വെച്ചിട്ടുള്ള ഹാഡ്, പിന്നെ പ്ലസ് V3 ഫോം, ആ V3 ആണ് ഇവിടുത്തെ അടുത്ത ഹാഡ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ ഇഫ് ഷീ ഹാഡ് എ സ്കൂട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇഷാൻ ആസ്ക്ഡ് ഹർ വൈ ഡിഡ്ന്റ് യു ടെൽ മീ. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പം റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിങ്ങൾ ആലോചിക്കണം, ടെൻസ് മാറും, അതേസമയം ആക്റ്റീവ് പാസീവ് ആണെങ്കിൽ ടെൻസിന് മാറ്റമില്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. പലർക്കും ഇത് രണ്ടും മാറി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്, വൈ ഡിഡ്ന്റ് യു ടെൽ മീ ആണ്. അപ്പോൾ നമുക്കത് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഹാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് അതിനകത്ത് വരും അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, വൈ ഡിഡ്ന്റ് ഷീ ടെൽ ഹിം. അപ്പോൾ ഇതെന്തായാലും വരില്ല, ഹാഡ് എന്തായാലും വരുന്നു ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഹാസ്, അതും പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ സി. ആൻസർ എ ആണ്. ഇഷാൻ ആസ്ക്ഡ് ഹർ വൈ ഷീ ഹാഡിൻ ടോൾഡ് ഹിം. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് വൈക്ക് ശേഷം സബ്ജക്റ്റ്, അതിന് ശേഷം വേണം ഹാഡിൻ്റെ വരാൻ കേട്ടോ. അപ്പോൾ അത് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണേ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ഓഫ് ദി ക്രൈം. ഇവിടുത്തെ ആൻസർ വരുന്നത് അലിബൈ ആണ് കേട്ടോ. അപ്പോൾ അലിബൈയുടെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അവനിവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്. അതായത് ക്രൈം ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ ആയിരുന്നില്ല, അവൻ ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്. അവൻ വേറെ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്. അവിടെ നമ്മൾ സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് അലിബൈ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കേട്ടോ. ഇനി ബാക്കിയുള്ള വാക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇംപ്രോംപ്റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി എന്നുള്ളൊരു മീനിങ് ആണ്. എർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് എർഗോ. വൈസ് വേഴ്സ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വൈസ് വേഴ്സ, തിരിച്ച്, അങ്ങനെയും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് വൈസ് വേഴ്സ. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിലും പലതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ആൻസറിലേക്ക് എത്താനൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. അടുത്ത് നോക്കാം. ഹീ സാറ്റ് ദർ ഫോർ അവേഴ്സ്. അപ്പം ഓൺ എൻഡ് ആണോ, ഓൺ ഹാൻഡ് ആണോ, ഓൺ ദി ഫ്ലൈ ആണോ, ഓൺ ട്രാക്ക് ആണോ? അപ്പോൾ ഇവിടെ സ്യൂട്ടബിളായിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക, ഹീ സാറ്റ് ദർ ഫോർ അവേഴ്സ്. അവൻ കുറേ നേരമായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു അല്ലേ. അപ്പം ഒരൊറ്റ ഇരിപ്പായിരുന്നു എന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നത്. അവൻ കുറേ നേരമായിട്ട് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു,
അതായത് ഒറ്റ ഇരിപ്പ് എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതാണ് ആൻസർ എന്നുള്ളത് നോക്കാം. ആൻസർ ഓൺ എൻഡ് ആണ്. എങ്ങനെ ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവൈലബിൾ അല്ലേ? ഇറ്റ് ഈസ് ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അത് അവൈലബിൾ ആണെന്നുള്ളൊരു മീനിങ്ങാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹെർ ടീച്ചർ വാസ് ഓൺ ഹാൻഡ് ടു ഗീവ് അഡ്വൈസ്. ഓക്കെ, ഹെർ ടീച്ചർ വാസ് ഓൺ ഹാൻഡ് ടു ഗീവ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ടീച്ചർ അവൈലബിൾ ആയിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ആ ഒരു മീനിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഓൺ ദ ഫ്ലൈ, ഇതൊക്കെ ഒന്ന് പഠിച്ചു പോകാട്ടോ, അതുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൺ ദി ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പെട്ടെന്ന്, സഡൻലി എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. പെട്ടെന്ന് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓൺ ദ ഫ്ലൈ. ഓൺ ട്രാക്ക്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കല്ലേ. ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എന്താ, ഡു തിങ്സ് ലൈക്ലി ടു ബി സക്സസ്ഫുൾ, അതായത് കറക്റ്റായിട്ട് നമ്മൾ ട്രാക്കിലാണ്, നമ്മൾ ഓൺ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് അല്ല. നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓൺ ട്രാക്ക് കേട്ടോ. ഹീസ് ഓൺ ട്രാക്ക് എന്നൊക്കെ പറയില്ലേ. പിന്നെ ഓൺ എൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ, അതിൻ്റെ അവസാനം വരെ അല്ലേ, ഒറ്റ ഇരിപ്പായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഓൺ എൻഡ്. ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മീനിങ് ആണ് കേട്ടോ. എന്താണ്, അവൈലബിൾ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കുറച്ച് സ്പീഡിലാണ് ക്ലാസ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന ആരും ടെൻഷൻ അടിക്കേണ്ട. കട്ട് ഓഫ് ഒക്കെ മാക്സിമം കുറവൊക്കെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തിരി ടഫായിട്ട് തോന്നുകയാണെങ്കിൽ കൂടി എല്ലാവർക്കും ടഫ് തന്നെയായിരിക്കും. അപ്പം ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.